വലിയ വലിയ ആയുധങ്ങൾ നിർമ്മിച്ച് ആയുധ കച്ചവടം പൊടിപൊടിച്ച് യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ നാട്ടിലെ ധനികരെല്ലാവരും രാജ്യം വിടുകയാണ്. ആരും ജീവിക്കാൻ അമേരിക്ക എന്ന രാഷ്ട്രം തിരഞ്ഞെടുക്കുന്നില്ല. അമേരിക്ക സർവനാശത്തിലേക്കാണ് പോകുന്നത് എന്ന് സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സമ്പത്തായിരുന്നു അമേരിക്കയുടെ പരമലക്ഷ്യം തന്നെ. പണക്കാരെ ആകർഷിക്കാൻ അമേരിക്ക ചെയ്തു കൂട്ടിയതൊന്നും ഏറ്റില്ലെന്ന് മാത്രമല്ല, സമ്പന്നരടക്കം എല്ലാവരും സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാടായി ഈ മുസ്ലിം രാഷ്ട്രം മാറുകയും ചെയ്തു. ഏതാണ് ആ രാഷ്ട്രം എന്നല്ലേ? അമേരിക്ക എന്ന ഓപ്ഷൻ പോലും തള്ളി ജനങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു എന്നത് വലിയ കൗതുകം തന്നെയായിരിക്കുമല്ലേ? ഞാൻ ആ രാഷ്ട്രത്തെ പരിചയപ്പെടുത്താം. അതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾക്ക് ഏത് രാജ്യത്ത് സെറ്റിൽ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം എന്നുകൂടി എന്തായാലും കമന്റ് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആഗോള കൺസൾട്ടൻസി ഭീമനായ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സിന്റെ കണക്കനുസരിച്ച് 2025 കുറഞ്ഞത് 1,42,000 കോടീശ്വരന്മാരെങ്കിലും പുതിയ രാജ്യങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. $1 മില്യൺ കൂടുതൽ ആസ്തിയുള്ള വ്യക്തികളുടെ എണ്ണം 2026 1,65,000 ഉയരുമെന്ന് ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് 2025 പറയുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരും കോടീശ്വരന്മാരുമുള്ള രാജ്യം എന്ന സ്ഥാനം ഈ വർഷവും UAE തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഈ വർഷം 9,800 കോടീശ്വരന്മാരാണ് UAEയിലുള്ളത്. അമേരിക്ക, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, സൗദി അറേബ്യ എന്നിവയും കോടീശ്വരന്മാരുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നിട്ടും UAE തന്നെയാണ് ഇവരുടെ ചോയ്സ്. എന്നാൽ ബ്രിട്ടനിൽ നിന്നും കോടീശ്വരന്മാർ പിന്മാറുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. സമ്പന്നരായ വ്യക്തികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന രാജ്യമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടരുകയാണ്. 2025 10,000-ലധികം പേർക്ക് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 6,700 ആയിരുന്നു. ഈ വർഷം കോടീശ്വരന്മാരുടെ വരവിൽ അമേരിക്ക 2ാം സ്ഥാനത്താണുള്ളത്. ഏകദേശം 7,500 പുതിയ കോടീശ്വരന്മാരാണ് അമേരിക്കയിലുള്ളത്. ഇറ്റലി 3ാം സ്ഥാനത്തും സ്വിറ്റ്സർലാൻഡ് 4ാം സ്ഥാനത്തുമാണുള്ളത്. സൗദി അറേബ്യ ആകട്ടെ 5ാം സ്ഥാനത്താണ്. 2025 2,400-ലധികം കോടീശ്വരന്മാർ സൗദിയെ തേടിയെത്തിയത്രേ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8 മടങ്ങ് വർധനവാണ് ഇത്തവണ ഉണ്ടാക്കിയത്. എന്നാൽ സമ്പത്ത് നഷ്ടപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ബ്രിട്ടനിൽ നിന്നും കോടീശ്വരന്മാർ ഒഴിഞ്ഞു പോകുന്നു എന്നൊരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. 16,500 ഉയർന്ന സമ്പന്നരാണ് ഈ വർഷം ബ്രിട്ടൻ വിട്ടത്. ചൈനയാണ് 2ാമത്തെ വലിയ നഷ്ടം നേരിടുന്ന മറ്റൊരു രാഷ്ട്രം. 7,800 ഉയർന്ന സമ്പന്നർ രാജ്യത്ത് നിന്നും കൊഴിഞ്ഞുപോയത്രേ. ഏഷ്യയിൽ ദക്ഷിണ കൊറിയയിൽ നിന്ന് 2,400 കോടീശ്വരന്മാരും ഇന്ത്യയിൽ നിന്ന് 3,500 കോടീശ്വരന്മാരും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ വൻ ശക്തികളായ ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി എന്നിവിടങ്ങളിൽ 2025 മൊത്തം ബിസിനസ്സുകാർ വൻതോതിൽ വിദേശ നിക്ഷേപം പിൻവലിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഉയർന്ന വരുമാനമുള്ള വ്യക്തികൾക്ക് UAEയും അതുപോലെ തന്നെ അമേരിക്കയും ആകർഷിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഇനി പറയുന്നത്. രാജ്യത്തിന്റെ സ്വാഗതാർഹമായ കുടിയേറ്റ നയം, 0 വരുമാന നികുതി, ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, രാഷ്ട്രീയ സ്ഥിരത എന്നിവ UAE HNWവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാക്കി മാറ്റുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. UAEയുടെ ഗോൾഡൻ വിസ പ്രോഗ്രാം 5 അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നിയമസാധ്യതയുള്ള ദീർഘകാല പുതുക്കാനാവുന്ന റെസിഡൻസ് വിസ വാഗ്ദാനം, ഇതൊക്കെ തന്നെയാണ് ബിസിനസ്സുകാരുടെയും കോടീശ്വരന്മാരുടെയും ഇഷ്ടരാജ്യമായി UAEയെ നിലനിർത്തുന്നത്. 2025 അമേരിക്ക 7,500 പുതിയ കോടീശ്വരന്മാരെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമായും EB-5 ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാം വഴി. ഇത് ലക്ഷക്കണക്കിന് അമേരിക്കൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം $50 ബില്യൺ വിദേശ നിക്ഷേപവും രാജ്യത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനാൽ തന്നെ അമേരിക്കയെ വൻകിട ബിസിനസ്സുകാർ ഇഷ്ടപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്ക എന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ്. ഒരു കാലത്ത് ധനികർക്കും സാധാരണക്കാർക്കും ഒരുപോലെ താമസിക്കാനുള്ള ആദ്യ മുൻഗണനയായിരുന്നു രാജ്യം നൽകിയിരുന്നത്. ഉയർന്ന ജീവിത നിലവാരം, തൊഴിലവസരങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം, സാംസ്കാരിക വൈവിധ്യം എന്നിവ അമേരിക്കയെ ആകർഷകമാക്കി. എന്നാൽ അമേരിക്ക ധനികരെ ആകർഷിക്കാൻ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടും ഇന്ന് ധനികർക്ക് അമേരിക്ക 2ാമത്തെ മുൻഗണനയായിട്ട് മാറുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിലൊന്ന് നികുതി നയങ്ങളിലെ മാറ്റങ്ങൾ തന്നെയാണ്. അമേരിക്കയിൽ ധനികർക്ക് ഏർപ്പെടുത്തുന്ന നികുതി നിരക്കുകൾ വളരെ ഉയർന്നതാണ്. 2021 വൈറ്റ് ഹൗസ് പഠനം അനുസരിച്ച് അമേരിക്കയിലെ 400-ലധികം ഏറ്റവും ധനികരായ കുടുംബങ്ങൾ ശരാശരി 8.2% മാത്രമാണ് ഫെഡറൽ വ്യക്തിഗത നികുതി അടച്ചത്. എന്നാൽ ഇത് സാധാരണ അമേരിക്കക്കാരന്റെ 13% നികുതി നിരക്കിനേക്കാൾ കുറവാണ്. എന്നിരുന്നാലും ധനികർക്ക് മേൽ അൺറിയൽ എസ്റ്റേറ്റ് ക്യാപിറ്റൽ ഗെയിൻസ് നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട്.
ഉദാഹരണത്തിന് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ $100 ബില്യൺ മുകളിൽ ആസ്തിയുള്ളവർക്ക് നികുതി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ധനികരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. മനുഷ്യത്വപരമായ വീക്ഷണമാണ് അടുത്തത്. ഒരു ധനികന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം കൂടുതൽ നികുതിയായി നഷ്ടപ്പെടുന്നത് നിരാശാജനകം തന്നെയാണല്ലോ. ഞാൻ എന്റെ സമ്പത്ത് സ്വന്തമായി നിലനിർത്താൻ എന്തിന് അമേരിക്ക തുടരണം എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇത് UAE, സിംഗപ്പൂർ പോലെയുള്ള നികുതി രഹിത അല്ലെങ്കിൽ കുറഞ്ഞ നികുതിയുള്ള രാജ്യങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്നതിന് കാരണമാകുന്നു. രണ്ടാമത്തത് രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള അസ്ഥിരത തന്നെയാണ്. അമേരിക്കയിലെ രാഷ്ട്രീയ വിഭജനവും സാമൂഹിക അസ്ഥിരതയും ഒക്കെ ധനികർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ അസ്ഥിരതയും ആക്രമണത്തിന്റെ ഭയവും കാരണം ധനികർ രണ്ടാമത്തെ പാസ്പോർട്ടോ ദീർഘകാല റെസിഡൻസിയോ തേടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാസ് സ്കൂൾ ഷൂട്ടിങ്ങുകൾ, രാഷ്ട്രീയ അക്രമങ്ങൾ, വർദ്ധിച്ചു വരുന്ന വംശീയ മതപരമായ പിരിമുറുക്കങ്ങൾ എന്നിവ അമേരിക്കയെ സുരക്ഷിതമല്ലാത്ത ഇടമാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു ധനിക കുടുംബത്തിന്റെ മനസ്സിൽ വരുമ്പോൾ തങ്ങളുടെ കുട്ടികൾ സുരക്ഷിതമായി വളരണമെന്നാണല്ലോ അവർ ആഗ്രഹിക്കുക. എൻ്റെ കുട്ടികൾ സ്കൂളിൽ സുരക്ഷിതരാണോ എന്ന ചോദ്യം അവർക്ക് നിരന്തരം ആയിട്ട് ഉയരും. അതായത് നമ്മൾക്ക് അറിയുന്നതാണ്, ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കയിലുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ ഒരുപാട് വയലൻസുകൾ വർദ്ധിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ തോക്കും കൊണ്ടുപോയിട്ട് അവിടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതേ അമേരിക്കയിൽ തന്നെയാണ്. അത് അവർക്ക് ചിന്തിക്കാനുള്ളതും അതുപോലെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് അവരെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ. യൂറോപ്പിലെ പോർച്ചുഗൽ, മാൾട്ട, ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങൾ അവിടുത്തെ ഗോൾഡൻ വിസ പദ്ധതികളിലൂടെ സുരക്ഷിതവും ശാന്തവുമായ ഒരു ജീവിതമാണ് ഇത്തരത്തിലുള്ള ധനികർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അമേരിക്കയിലെ സമ്പത്തിന്റെ അസമത്വം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കേട്ടോ. 2022 ഡാറ്റ അനുസരിച്ച് അമേരിക്കയിലെ മൊത്തം സമ്പത്തിന്റെ 60% മുകളിൽ 10% ആളുകൾ നിയന്ത്രിക്കുന്നുണ്ട്. അതേസമയം താഴ്ന്ന 50% ആളുകൾ 6% മാത്രമാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഈ അസമത്വം സാമൂഹിക അസംതൃപ്തിക്ക് കാരണമാകുന്നുണ്ട്. ഇത് ധനികർക്കെതിരായ വിമർശനങ്ങളും നികുതി കൂട്ടുക എന്ന ആവശ്യവും ശക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒരു ധനിക വ്യക്തിക്ക് തന്റെ സമ്പത്ത് സമൂഹത്തിന്റെ കണ്ണിൽ തെറ്റായി കാണപ്പെടുന്നത് മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയമാണല്ലോ. ഞാൻ കഠിനാധ്വാനം ചെയ്താണ് ഇത് നേടിയത്, എന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എൻ്റെ സമ്പത്തിനെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന ചിന്ത അവരെ മറ്റ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാകുമല്ലോ. അവിടെ സമ്പത്ത് കൂടുതൽ സ്വീകാര്യവുമാണ്. മാത്രമല്ല, അമേരിക്ക ധനികരെ ആകർഷിക്കാൻ ഗ്രീൻ കാർഡ് പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ കൂടുതൽ ആകർഷകമായ ഗോൾഡൻ വിസ പദ്ധതികളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഉദാഹരണത്തിന് UAE ആകട്ടെ 5 to 10 വർഷത്തെ ഗോൾഡൻ വിസ, സിംഗപ്പൂർ ശക്തമായ പാസ്പോർട്ടും വിസരഹിത യാത്രാ സൗകര്യവും, ന്യൂസിലാൻഡ് ബിസിനസ് സൗഹൃദ അന്തരീക്ഷവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയേക്കാൾ നല്ലത് ഇത്തരത്തിലുള്ള ചോയ്സുകളാണെന്ന് അവർ ചിന്തിക്കും. നിങ്ങളൊരു വ്യവസായിയാണെന്ന് കരുതുക. നമ്മുടെ ബിസിനസ് എളുപ്പത്തിൽ നടത്താനും നമ്മുടെ കുടുംബത്തിന് സുരക്ഷിതമായ ജീവിതം നയിക്കാനും ഏത് രാജ്യമാണ് മികച്ചതെന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? UAEയിലെ ആഡംബര ജീവിതവും സിംഗപ്പൂരിന്റെ ആഗോള ബന്ധങ്ങളും അവർക്ക് കൂടുതൽ ആകർഷകമായി തോന്നില്ലേ? അതുകൊണ്ട് തന്നെ അമേരിക്ക വിടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തിച്ചേരും. അമേരിക്കയിലെ ജീവിത നിലവാരം വളരെ ഉയർന്നതാണ്. എന്നാൽ ധനികർക്ക് സ്വകാര്യതയും സമാധാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. യൂറോപ്പിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പോർച്ചുഗൽ, മാൾട്ട, ഇറ്റലി എന്നിവയൊക്കെ ശാന്തമായ ജീവിതവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പോർച്ചുഗലിലെ ഗോൾഡൻ വിസ പദ്ധതി ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ റെസിഡൻസി നൽകുന്നുണ്ട്. ഇത് ധനികർക്ക് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട നയമാണ്. പണമുള്ളവരെ സംബന്ധിച്ച് നമ്മൾ കുടുംബത്തോടൊപ്പം ശാന്തമായ ഒരു ഗ്രാമത്തിൽ മനോഹരമായ ഒരു കടൽ തീരത്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അമേരിക്കയിലെ തിരക്കേറിയ നഗര ജീവിതത്തിന് പകരം യൂറോപ്പിന്റെ ശാന്തമായ അന്തരീക്ഷം തന്നെയാണല്ലോ അവരെ കൂടുതൽ ആകർഷിക്കുകയും അവർ തിരഞ്ഞെടുക്കാൻ സാധ്യത കൂടുതലുള്ളത്, അല്ലേ? അടുത്ത പ്രശ്നം ആഗോള മൊബിലിറ്റിയും പൗരത്വവും തന്നെയാണ്. ധനികരെ സംബന്ധിച്ച് ആഗോള മൊബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അമേരിക്കൻ പൗരത്വമാണ് അടുത്തത്. ഇതൊരു കാലത്ത് ശക്തമായിരുന്നുവെങ്കിലും COVID-19 കാലത്ത് യാത്രാ നിയന്ത്രണങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ സിംഗപ്പൂർ, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങൾ വിസരഹിത യാത്രാ സൗകര്യവും ശക്തമായ പാസ്പോർട്ടുകളും വാഗ്ദാനം ചെയ്തു. ഒരു ധനികനായ വ്യക്തിയുടെ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തനിക്ക് എപ്പോൾ വേണമെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും യാത്ര ചെയ്യണം. സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങൾ അവിടുത്തെ പാസ്പോർട്ടിന് ആഗോള മൂല്യം കാരണം അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അമേരിക്ക എന്നൊരു ചിന്ത അവരിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക ധനികരെ ആകർഷിക്കാൻ ഗ്രീൻ കാർഡ് പോലെയുള്ള പദ്ധതികളും ശക്തമായ സമ്പദ് വ്യവസ്ഥയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഉയർന്ന നികുതി, സാമൂഹിക അസ്ഥിരത, മറ്റ് രാജ്യങ്ങളുടെ മത്സരാധിഷ്ഠിത നയങ്ങൾ അമേരിക്കയുടെ ആകർഷണീയത നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. 2022 ഒരു സർവേ പ്രകാരം 53% അമേരിക്കൻ ബില്യനെയർമാർ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് രാഷ്ട്രീയ സാമൂഹിക അനിശ്ചിതത്വത്തെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ സമ്പത്ത് സുരക്ഷിതമാക്കാൻ
നേടാനും നമ്മുടെ കുടുംബത്തിന് മികച്ച ജീവിതം നൽകാനും ഞാൻ എന്ത് ചെയ്യണമെന്നായിരിക്കുമല്ലോ അവർ ചിന്തിക്കുക. ഈ ചോദ്യം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ കൂടുതൽ ആകർഷകമായ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അമേരിക്ക രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്നതിൽ നമുക്കൊന്നും പറയാനില്ല അല്ലേ? ധനികരും സാധാരണ മനുഷ്യരെ പോലെ സുരക്ഷിതവും ശാന്തവുമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണല്ലോ. അമേരിക്കയ്ക്ക് ധനികരെ തിരികെ ആകർഷിക്കണമെങ്കിൽ നികുതി നയങ്ങളിൽ സന്തുലിതമായ സമീപനവും സാമൂഹിക രാഷ്ട്രീയ സ്ഥിരതയും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ധനികർ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്, എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. അപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.